CPIM പോളിറ്റ് ബ്യൂറോ അംഗം വിജു കൃഷ്ണന്റെ ഫോട്ടോ പ്രദർശനം കോഴിക്കോട് ആരംഭിച്ചു. CPIMന്റെ മുതിർന്ന നേതാവ് ബൃന്ദ കാരാട്ട് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഫോട്ടോഗ്രാഫിയിലെ വിജു കൃഷ്ണന്റെ കഴിവ് മികച്ചതാണെന്ന് പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് ബൃന്ദ കാരാട്ട് അഭിപ്രായപ്പെട്ടു. പൊതുപ്രവർത്തനത്തിനൊപ്പം തന്നെ ചേർത്തുവെക്കുകയാണ് വിജു കൃഷ്ണൻ തന്റെ ഫോട്ടോഗ്രാഫിയോടുള്ള സ്നേഹത്തെയും. ഓഫ് ലാൻഡ് ലൈവ്സ് ആൻഡ് ലോസ് എന്ന പേരിൽ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിക്കുമ്പോൾ കാഴ്ചക്കാരിലേക്ക് സംവദിക്കുന്നത് സമരപോരാട്ടങ്ങളും മനുഷ്യന്റെ നേർചിത്രങ്ങളുമാണ്. ഏത് യാത്രകളിലും ഒപ്പം ഒരു ക്യാമറ സൂക്ഷിച്ചു വെക്കും. അല്ലാത്തിടങ്ങളിൽ മൊബൈൽ ക്യാമറയിൽ ചിത്രം പകർത്തും. കുട്ടിക്കാലത്ത് അമ്മാവൻ വാങ്ങിത്തന്ന ക്യാമറയിൽ നിന്നും തുടങ്ങിയ ഫോട്ടോഗ്രാഫി കമ്പം വളർന്നു പന്തലിച്ച ആദ്യ എക്സിബിഷനിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആയിരിക്കണം എൻ്റെ ഒരു അമ്മാവൻ മർച്ചൻ്റ് നേവിയിലുള്ള ഒരു അമ്മാവൻ ഒരു നാഷണൽ പാനസോണിക് ക്യാമറ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് തുടങ്ങിയൊരു ഹോബിയാണ്. പിന്നീട് കാനൻ്റെ ഒരു ചെറിയ ക്യാമറ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ യാത്രകൾക്കിടയിൽ എല്ലായിടത്തും ക്യാമറ കൊണ്ടുപോകാനും പറ്റില്ല. കൂടുതലും മൊബൈലിലെടുക്കുന്ന ഫോട്ടോ. അറുപത് ചിത്രങ്ങളാണ് എക്സിബിഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം ചേർത്ത് വെക്കുമ്പോൾ പറയുന്നത് ഓരോ കാലങ്ങളുടെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. കർഷക സമരം, അസമിൽ കുടിയിറക്കപ്പെട്ടവന്റെ വേദന, അങ്ങനെ കുറെ കാഴ്ചകൾ. CPIMന്റെ മുതിർന്ന നേതാവ് ബൃന്ദ കാരാട്ടാണ് കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. വിജു കൃഷ്ണന്റെ ഫോട്ടോഗ്രാഫി താൽപര്യത്തെക്കുറിച്ച് വാചാലയാവുന്നു ബൃന്ദ കാരാട്ട്. I've seen many of his photographs, and what is very striking about it is that he brings out the dignity of the subject. There's no voyeurism. There's no distance. It's as though there is a dialogue between the lens which Viju holds and the subject that he captures. And I think that is what is so very special about this. സഞ്ചരിച്ച രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, അവിടെ കണ്ട അവിസ്മരണീയമായ കാഴ്ചകൾ പകർത്തിയതിൽ നിരവധി എണ്ണം ഇനിയുമുണ്ട്. സെപ്റ്റംബർ 3 ഫോട്ടോ പ്രദർശനം അവസാനിക്കുക. ഉദ്ഘാടന ചടങ്ങിൽ ഫുട്ബോൾ താരം CK വിനീത്, കോഴിക്കോട് CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.